ഹായ് ഗൈസ്, പവിത്രം പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടെ വിക്രം മലയ്ക്ക് പോകും മുമ്പ് പല അമ്പലങ്ങളിലും പോകാൻ തയ്യാറാവുന്നു. മാഷ് വിക്രമിനോട് പറയുന്നത് ഇത് വെറുമൊരു യാത്രയല്ല, ചില കാര്യങ്ങൾ അറിയാനും ബോധ്യപ്പെടാനും കൂടിയുള്ള യാത്രയാണ് എന്ന്. പിന്നീട് എല്ലാവരും അടുക്കളയിൽ വളരെ സീരിയസ് ആയി പണി ചെയ്യുന്നു. നമ്മുടെ നന്ദിനി മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നത് ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയാക്കി മാറ്റണം എന്നാണ്. അത് തികച്ചും വളരെ സ്വാഭാവികമായി ദീപമോളുടെ കൂടെ കളിക്കുന്നു. എല്ലാവരോടും വളരെ ചിരിച്ചു പെരുമാറുന്നു ഒക്കെ ചെയ്യുന്നു. കുളി കഴിഞ്ഞ് വേദ വരുമ്പോൾ കാണുന്നത് ദീപമോളോടൊത്ത് കളിക്കുന്ന നന്ദിനിയെയാണ്. വേദ വേഗം അവരുടെ അടുക്കൽ വന്ന് മോളെ, കളിക്കാനും കളിപ്പിക്കാനും മോളുടെ നന്ദിനി ചെറിയമ്മ വലിയ മിടുക്കിയാ എന്ന് പറയുന്നു. പിന്നീട് നന്ദിനിയോട് വേദ പറയുന്നത് നന്ദിനിയെടുത്തി അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പതിവില്ലല്ലോ എന്ന്. ചോദ്യത്തിന് ക്ഷമിക്കാനും പഠിക്കണ്ടേ വേദേ, അല്ലെങ്കിലും സിനിമയിൽ കൽപ്പന ചേച്ചി പറയുന്നത് വെറുതെയാ. ദൈവം പാവങ്ങൾക്ക് ഇത്രയും സൗന്ദര്യമൊന്നും തരില്ല. വേദയ്ക്ക് സൗന്ദര്യം മാത്രമല്ലാട്ടോ, ആളുകളോട് ഇടപഴകാനും അവരെ സ്വന്തം ഭാഗത്താക്കാനും ഒക്കെ നല്ല കഴിവുണ്ട്. ഞാൻ പറഞ്ഞാൽ പോലും ഒരു കാര്യം കേൾക്കാത്ത വിനായകേട്ടൻ ഇപ്പോൾ വേദ പറയുന്നത് അനുസരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താ അതിൻ്റെ ഗുട്ടൻസ് എന്ന് ചോദിക്കുമ്പോൾ വേദയ്ക്ക് നന്ദിനിയുടെ സോപ്പിംഗ് മനസ്സിലായി. ഒരു പണി കൊടുക്കണമെന്ന് തന്നെ കരുതി വേദ പറയുന്നത് അതോ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുന്ന നന്ദിനിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിപ്പിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.